ഞാൻ ഇക്കാന്റെ എല്ലാ പടങ്ങളും കിടക്കുന്നത് ഇന്നലെ കൂടി. കാശിന്റെ കാര്യം പറഞ്ഞ വീഴാത്ത ഒരു പ്ലേയിലായിട്ടില്ല. എനിക്കറിയാം. എത്ര നാളായി മാമൂനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടല്ലേ? നേരിട്ട് കാണാതെ ഗ്ലാമർ അല്ലേ? തമാശ പറയാതെ. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് ലൈറ്റിന്റെ ചൂടത്തുനിന്നുണ്ടാക്കിയ പൈസ. ലൈറ്റ് ഭയങ്കര ചൂടാ ലൈറ്റിന്. നീ ലൈറ്റ് മുമ്പിൽ നിൽക്കണോ? ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ലൈറ്റിന്റെ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത് എന്റെ കാശ് ഇപ്പൊ തരണം. നല്ല സഫാരി. ഇതെന്താ തന്നെ അല്ല, സിനിമാ ഡ്രസ്സാ. നേരം വെളുക്കുന്നത് വരെ മെരിലാൻഡിൽ ഷൂട്ടിംഗ് ആയിരുന്നു. അവിടുന്ന് വരുന്ന വഴിയാ. നോക്ക് മേക്കപ്പ് പോലും കഴിച്ചില്ല. ഇതിപ്പോ കണ്ണൂർക്കും പോകണം. അതുകൊണ്ടാ മാമു ഇരിക്കേ. ഞാൻ കസേരയില്ലല്ലോ. നീ പോയിട്ട് ചായ ഇട്. എനിക്ക് ചായയും വേണ്ട, കസാരയും വേണ്ട. എനിക്ക് വേണ്ട എന്റെ കാശാ. എന്നൊരു കാര്യം ചെയ്യും. ഗോപാലിന് 2 രൂപ മേടിച്ചോളാം. ഇത് ഗോപാൽ എനിക്ക് കടം തരാനുള്ളോ? അയാളോ? അപ്പൊ കോശിയാനുള്ള പതിനായിരോ? കോശേരിയുള്ള പരാതി ഞാൻ മേടിച്ചോളാം. ഈ വയസ്സിലോ? ഡ്രസ്സൊക്കെ ഇത് മതി. മാമു ഇവിടെ തന്നെ ഇരിക്കും. കണ്ണട ചോർക്കുന്നത് ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ അടുത്ത് പണിയൊന്നും നടക്കണ്ട. ഞാൻ കോഴിക്കോട്ടല്ല. മാമു കൈയ്യട്. ഇല്ല, എന്റെ കാശ്. അതിന്റെ ബ്ലേഡ് പൊട്ടിയില്ലേ? തന്നോട് ആരും പറയാതെ കൊണ്ട് കാശിടാൻ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. അല്ല ഞാൻ പോലീസിനെ വിളിക്കും. ഇന്നത്തെ പോലീസിനെ വിളിയിടോ? ഇത് ദേഹത്തോട്ട് വരികയത്. തൊട്ടാത്ത എന്തോ ചെയ്യും? തൊട്ടതല്ലേന്നോ? അപ്പൊ കാണാം. തൊട്ടു തൊട്ടോ. അയ്യോ, അത് പറഞ്ഞ ഞാൻ മേജറങ്ങളാ. അയ്യോ ഞാനില്ല. എന്താണോ വാതിൽ ഓർക്കാൻ ഇത്ര താമസം? ഞങ്ങളപ്പുറത്ത് ചായ ഇടുമായിരുന്നു. കാപ്പിയല്ലേ? കാപ്പി. ബ്രൂ ഗ്ലാസ് എടുക്കട്ടെ. ഈ സമയത്ത് ആരാടാ ബ്രൂ കുടിക്കുന്നത്? അല്ലേ എങ്ങളെ? ബ്രൂ അല്ല, വിഷമുണ്ടെ കുറച്ചിതാ. ഓടെ പേരി കിടന്ന കാശ് തള്ളെ അറിയാതെയാ നിനക്ക് വേണ്ടി ബ്ലേഡ് ഡെപ്പോസിറ്റ് ചെയ്തത്. സംഭവം ഇപ്പൊ അവൾ അറിഞ്ഞു. എനിക്കവിടെ കിടക്കപ്പുറത്തില്ലാതായി. 2 കുപ്പി സാധനമുണ്ട്, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. താൻ കിടന്ന മുടിയാണ് അവള് കൂട്ടുകയും ചെയ്തു. എന്തിനാ അങ്ങനെ തന്നാ മതി. ഞാൻ അപ്പുറത്തെ ഷെൽഫിൽ വെച്ചേക്കാം. വേണ്ട, ഇതിനകത്ത് വെച്ചാൽ മതി. അതിനകത്ത് മുഴുവൻ ചെതല. ഇരുമ്പ് സേരി ചെതല്. ഇരുമ്പ് ഫിനിഷിങ്ങാ, പക്ഷെ സാധനം തടിയാ. എവിടെയെങ്കിലും വെച്ചു, പിന്നെ വരാം. എന്റെ അടുത്ത് വേല ഇറക്കരുത്. ഞാനറിയാൻ അടുത്ത് കുടിച്ചു കളയരുത്. രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെടാൻ? പട പേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ പന്തവും കുത്തി പട എന്ന് പറഞ്ഞ പോലെ. പണ്ട് പോലീസിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ CBI, CID. കൊലപാതകമാ. എന്റെ മാമുക്കോയെ നിനക്ക് കേറി വരാൻ കൊണ്ടൊരു നേരം. ശവത്തെ കുത്തി നോവിക്കാതെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ചിന്തിക്കും. ഭരതംപിള്ള. അതെ, ഭരതംപിള്ളയ്ക്ക് മാത്രമേ ഇനി നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. ഇതാരപ്പാ? നമസ്കാരം സ്വാമികളെ. എഴുന്നേക്കു വത്സേ. ഞാൻ വത്സയല്ല, അവള് കഴിഞ്ഞ ആഴ്ച പോയി. വേറെ പുതിയൊരു സാധനം എത്തിയിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഭരതംപിള്ളയാണ് കാണേണ്ടത്. ഭരതംപിള്ള ചേട്ടനോ? അയ്യോ, നേരം വെളുക്കവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ചാപ്പിൽ എന്തരോ കേസുകൾ ഒതുക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ പയ്യൻ വിളിച്ചോണ്ട് പോയി. അയ്യോ, ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? സ്വാമിമാരി അകത്തോട്ട് കയറി ഇരിക്കും. മേലാലി പരിസരത്ത് കണ്ടുപോരും. പോയിക്കോ. സ്വാമിമാർക്ക് എന്താ ഷാപ്പി കാര്യം? ഞാൻ സ്വാമിയല്ല, വെടുങ്കി വെങ്കിടി.
കൂട്ടിയപ്പോ വേഷം മാറി നിൽക്കുകയാണല്ലേ? അയ്യോ, ഒന്ന് പതുക്കെ പറയണ്ട. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. 100 അടിക്കണോ? വേണ്ട, 2 അടിച്ചത് ഞങ്ങൾ ചേട്ടൻ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. എന്താ പ്രശ്നം? ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. മാമുക്കോയ സിനിമാ നടൻ ഗഫൂർ കാ ദോസ്ത്. ഇയാൾ എന്തിനാ ഇതിനകത്ത് കയറി? കേറിയതല്ല, കേറ്റിയതാ. എന്തിനാ? ശവം കുഴിച്ചിടണം. ഒറ്റ കുഞ്ഞു പോലും അറിയാതെ. അപ്പോ കൊലപാതകം ഒതുക്കണം അല്ലേ? റേറ്റ് കൂടും. സിനിമാ നടനാവുമ്പോ വളരെ വളരെ കൂടും. എന്ത് വേണമെങ്കിലും തരാം. ചേട്ടൻ ഞങ്ങളെ രക്ഷിക്കണം. കൊല്ലുന്നതിന് സത്യം പറഞ്ഞ റേറ്റ് കുറവാ. കുഴിച്ചു മൂടുന്നത് അതുപോലെ. എന്താ വേണമെന്ന് വെച്ചത് പറഞ്ഞാ മതി. 10 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. കൊടുക്കാനില്ലേ? 10 എന്ന് പറഞ്ഞാൽ 10,000. അത് കുറച്ച് കടന്ന കൈയായി പോയി ചേട്ടാ. ഒന്ന് മരുന്നേ. എനിക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ശവം കുറിച്ചാണ്. അലക്കല്ലേ? നമുക്കൊരു 5000 ഒതുക്കാം. 9, 8, 8.5, 8.5 ഒരു തരം, 8.5 2 തരം, 8.5 3 തരം. ഉറപ്പിച്ചു. ഞാൻ രാത്രി വരാം. ദൂരക്കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരക്കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക കര കാണ കടലല മേലെ മോഹത്തിൻ കുരുവി പറന്നു. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നു. ലീണം പാടിവാ അറബിക്കടലിറങ്ങി വരുന്നു. ആകാശപ്പൊന്നു വരുന്നു. ആലോലം തിരകളിലെ അമ്മാന വഞ്ചിയിലെ അരുമപ്പൂമീനേ വാ. അറബിക്കടലിറങ്ങി വരുന്നു. ഇടിക്കല്ലടാ ശവേ. ഇതിനൊന്ന് കെട്ടിയെടുക്കണെങ്കിൽ ഇതിനെ എല്ലാണെങ്കിലും നല്ല തൂക്കം കിട്ടും. എടാ മാമുക്കോയെ, മാമു നിന്നെനിക്കിഷ്ടാ. നീ ആ നാടോടിക്കാറ്റിലെ മോഹൻലാലിനും ശ്രീനിവാസനെയും ഗൾഫിൽ വിടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അതെ, ശ്രീനിവാസൻ നീ വിട്ടേക്ക്. അവൻ തന്നെയാ, അവനെനിക്കിഷ്ടല്ല. അന്ന് എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കയ്യിൽ വരും. ഗഫൂർ കാ ദോസ്ത്. ശവത്തിന് എന്തിനാ കൂളിംഗ് ഗ്ലാസ്? അതിന് പോട്ടെ. 6 അടി മണ്ണിൽ നീറിയോടും വാച്ചൊക്കെ കെട്ടി ഇപ്പൊ കല്യാണത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. തിലകം ചാത്തി ചീകിയുമഴക. ഓ, പിന്നെ തിലകം ചാർത്തണ്ടൊരുന്നോ? എന്താ അങ്ങനെ പോട്ടാ? ഇതെന്താ ഈ ശവം ഇങ്ങനെ പെരുമാറണേ? അങ്ങനെയല്ല. എന്താണത്? എന്താന്ന്